ഹലോ, സെയിം ഓഫീസ് അല്ലേ? അതെ, CM ഓഫീസാണ്. പറയൂ. ഒരു അവിവേകാംക്ഷയാണ് സാറേ, പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. പേര് പറയണ്ട സാറേ. ട്രൂ കോളറിൽ ഒരു പ്രമോദ് നെയ്യാർ വിളിക്കുന്നുണ്ട്. അല്ല സാറേ, ഞാനല്ല. എന്താണോ വേണ്ടത് പ്രമോദേ? സാറേ, നമുക്ക് ആ മന്ത്രിമാരും വകുപ്പുകളും ആയിരുന്നെങ്കിൽ ഒന്ന് സാറേ പഠിപ്പിക്കാൻ. തനിക്ക് എന്താണോ തനിക്ക്? സാറേ, ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് തന്നെ സാറേ, ഒരു 3 ദിവസമായി സാറേ. ഒന്ന് താൻ പോയി കിടന്ന് ഉറങ്ങണോ സാറേ? അതിപ്പോ നമുക്ക് ഈ വകുപ്പ് മന്ത്രി പിള്ളേരെ പഠിപ്പിക്കേണ്ടി സാറേ. അപ്പൊ അതിങ്ങനെ വരുമ്പം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാറേ. പ്രമോദേ, അത് സൈറ്റിൽ അപ്ലോഡ് ആയിക്കോളും. താൻ പോയി കിടന്ന് ഉറങ്ങടോ. അല്ല സാറേ, ഞാൻ പോയി കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഇത് വരുന്നെങ്കിൽ കോഡ് ഉണ്ടാക്കാൻ പറ്റില്ല സാറേ. ഞാൻ ഉറക്കത്തിലായിരിക്കും സാറേ. ഇല്ല, ഞാൻ ഇപ്പൊ കട്ട് ചെയ്യുന്നു സാറേ, ശല്യപ്പെടുന്നില്ല. ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാം സാറേ. ഓക്കെ സാറേ, ഓക്കെ. ഇതൊരു പേഴ്സണൽ കോളായിരുന്നു. സത്യം പറ, ആരാ വിളിച്ചത്? CM ഓഫീസിലെ വിളിച്ചത്. എടാ, CM ഓൾറെഡി പറഞ്ഞത് നീ കേട്ടതല്ലേ? പട്ടിയൊക്കെ സെറ്റ് ആയതാണ്. ഇത് കൊടുക്കാൻ ഗവർണർ സ്ഥലത്തില്ലായിരുന്നു, ആള് പുറത്തായിരുന്നു, തിരിച്ചു വന്നു, കൊടുത്തിട്ടുണ്ട്, സംഭവം വരും. പക്ഷെ എനിക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലേ? ആരോട്? സ്റ്റുഡൻസിനോട്. എനിക്ക് കോഡൊക്കെ സെറ്റ് ചെയ്യണ്ടായി. ഇവിടെ സൈബർ സെൽ ഇങ്ങനെ വിളിക്കുന്ന എല്ലാവരും തൂക്കുന്നുണ്ടെന്നാ കേട്ടെ. നോക്കിയിരുന്നോട്ടോ. എടാ, ഫോൺ നേരോടെ ഒരു വീട്ടിലൊന്ന് കോൾ വിളിക്കാനായിട്ട്. ഓരോ ഉടായ്പ കൊടുക്കുന്നു. ഹലോ, അതെ, ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു. എടാ, ബുക്കും പേനയും ഇടാ. അങ്ങനെ നമ്മൾ ഏവരും കാത്തിരുന്ന 2026 കേരള മന്ത്രിസഭ അല്ലെ, മന്ത്രിമാരും വകുപ്പുകളും എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? അവയുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ളത് നമുക്കൊരു കോഡിലൂടെ എന്ത് ചെയ്യാം? നമുക്കുമല്ലേ പഠിച്ചു പോകാം.